ഇതേ സംഗതി നല്ല സ്ഥലട്ടോ, നല്ലൊരു പീസ്, നല്ല സ്ഥലമാണ്. എന്നോ കച്ചവടമായിക്കൊണ്ട് സ്ഥലമാണ്. പരമാവധി ഇന്ന് മുറിയാൻ സാധ്യതയുണ്ട്. പരമാവധി അമ്മാവും പ്രശ്നമൊക്കെ അറിയില്ല. അമ്മാവനോട് അയാളൊക്കെ അതൊക്കെ കറക്റ്റ് ടൈമിലും കൊണ്ടും മിഷനല്ലേ അമ്മാവന്റെ കൂടെ നോക്കണ്ട പറഞ്ഞു നമ്മുടെ മധുര സൂക്ഷിച്ചൊക്കെ ഞങ്ങള് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ, അതിന് പോയി ഇങ്ങനെ നേരം പോയി പോയതാ. നല്ല മഴ വരുന്നുണ്ട്, പെട്ടെന്നായിക്കോട്ടെ. എന്താ നമ്മള് മൂന്നാളുള്ളൂ, പക്ഷെ മമ്മതാണ് നമുക്ക് ഏൽപ്പിച്ചത്. അപ്പൊ ഓനെ കുറിച്ച് പൈസ കൊടുക്കാൻ അടിക്കാൻ നോക്കി. പിന്നെ സംഗതി ഓക്കെ, പാർട്ടി റെഡി ആണല്ലോ അല്ലേ? പാർട്ടി ഒക്കെ റെഡി. ഞാൻ മാമനെ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞ ആ ലെവലിൽ പോകൂലേ അതൊക്കെ നമുക്ക് ഏകദേശം. ലാസ്റ്റ് പിന്നെ നമ്മൾ കച്ചവടത്തിന് ഇരുന്നതിന് ശേഷം ഈ മാമനെ വിളിച്ചോ, മാമനെ വിളിച്ചോ, അടിക്കാം നമുക്ക്. ഞാൻ മൂപ്പരോടൊന്ന് സംസാരിക്കട്ടെ. പിന്നെ നമ്മളത് കൊടുക്കല്ലേ? കച്ചവടം നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞാലേ തീരെ കുറച്ച്. എന്താ അറിയോ, ഇപ്പൊ അവക്ക് പെട്ടെന്ന് ഇസ്രായേലിൽ പോകാനുള്ളതാണ്. അപ്പൊ അതിന് പൈസ വേണം. ഇപ്പൊ ഓല് നമുക്കൊരു നീക്കുപോക്കെ വെച്ചിട്ട് കൊടുക്കാം. കച്ചവടം പറയും ഒന്നൊക്കെ പറഞ്ഞ് ഈ പാർട്ടിന് ഏകദേശം. ഞാൻ നിങ്ങളോട് അന്നേ ഒരു 6 മാസം മുമ്പേ പറഞ്ഞ കാര്യല്ലേ. എത്ര പാർട്ടിയോട് കാണിച്ചു ഇയാൾക്ക് എന്തോരം മിഷനൊക്കെ കഷ്ടപ്പെട്ടു. സംഗതി ഒരുപാട് പാർട്ടികൾ വന്നിട്ട് ഈ സാധനം നോക്കി പോയതാ. ഞാനിപ്പോ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് കൊടുക്കുന്നല്ലോ, ഒരു അർജന്റ് ആയതുകൊണ്ടാണ്. നീ ഒരു കാര്യം ആട്ടോട്ടം പറയണ്ട, ഒരു പാർട്ടി ഒരു 7 ഉറുപ്പിക അങ്ങനെയൊക്കെ നിങ്ങൾ അതൊന്നും അഡ്ജസ്റ്റ് ആക്കി റെഡിയാക്കി. നീ അതിന് കുളിപ്പാകല്ലേ. പിന്നെ ഒരു കച്ചവട പൈസ ആമാ നമ്മളെ കൊണ്ട് കൊടുത്താലേ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ ഉറപ്പിക്കാം. മാമനൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടല്ല. അപ്പൊ ഒരു അഡ്വാൻസ് തന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഞാൻ ഒറ്റ ഡയലോഗ് ഒരു 75 ഉറുപ്പിക വാങ്ങി തന്നാലേ. 75 വാങ്ങി തന്നാലേ ചേട്ടാ. എന്റെ അവിടെ വരി. അല്ല നിങ്ങളെന്താ തമാശ കളിക്കുക? ആളെ കളിയാക്കുക. ഇയാൾക്ക് സാധനം കൊടുക്കുകയാണെങ്കിൽ ഒരു 1000 ഉറുപ്പിക അതൊക്കെ റെഡിയാക്കി പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് മനുഷ്യനെ കളിയാക്കുക. കളിയാക്കേ നിങ്ങൾ ഭൂമി വെക്കുക, കായ് വാങ്ങുക, പൈസ ഈ പറഞ്ഞ 75 ഉറുപ്പിക 75 ഉറുപ്പിക സെന്റിന് അങ്ങനെ ഉറപ്പിച്ചു. കാര്യങ്ങളൊക്കെ റെഡിയാണ്. കാര്യങ്ങളൊക്കെ റെഡിയാണ്. എസ്റ്റേറ്റ് മേഖല ഒക്കെ തകർന്ന് നടക്കുക, കച്ചവടങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവന്മാര് വെച്ച് 3-4 കച്ചവടം ചെയ്തു. നിങ്ങളിപ്പോ തണ്ടുവേള വെച്ചിട്ടുള്ള പരിപാടികളാണ്. അപ്പൊ 3-4 കച്ചവടം ചെയ്തു. കച്ചവടം ഇപ്പൊ വരാ ചെയ്യുന്നത്. അപ്പൊ നല്ല നേക്കുള്ള സ്ഥലമാണ് ഈ പറഞ്ഞു. ഞങ്ങൾ ഇനി ചെയ്യാട്ടോ. സാധനം നമ്മളടുത്ത് വേറെ കൊടുക്കണ്ടോ. ഹൈവേയിൽ ഒരു 10 സെന്റ് കൂടി ഉണ്ട്, അതും കൂടി എങ്ങനെയും കൈക്കലാക്കണം. എന്നിട്ട് വേണം പോവാന്. എന്തെങ്കിലും തരണം ചേട്ടാ, ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി. എന്തെങ്കിലും തരാട്ടാ, ഇതുള്ള അതേ ഉള്ളൂ.